കൂട്ടുകാർക്കും നമസ്കാരം. ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും. എന്നെ സംബന്ധിച്ച് വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. ഇറാനിലെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് യുദ്ധം തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ്. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് നടക്കുകയാണെങ്കിലും യുദ്ധങ്ങൾ സമ്മാനിക്കുന്നത് നഷ്ടങ്ങൾ മാത്രമാണ്. ഇറാനെ സപ്പോർട്ട് ചെയ്ത് ചില വീഡിയോകൾ ഞാൻ കമൻറ്റ് ചെയ്തപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് എന്തിനാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇറാനിൽ പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. ഇറാനിൽ പോകാൻ തൽക്കാലം ഉദ്ദേശമില്ല. ഇന്ത്യയിലാണ് ജനിച്ചത്. മരിക്കോളം ഇന്ത്യയിൽ തന്നെ ഒരു ഇന്ത്യക്കാരനായി നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ബിക്കോസ് ഐ ലവ് ഇന്ത്യ. അതുകൊണ്ടാണ് എൻ്റെ പേര് വരെ സാദി ഇന്ത്യ ആയത്. പിന്നെ എന്തിനാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാനൊരു മുസൽമാൻ ആയതുകൊണ്ടാണോ? ഒരിക്കലുമില്ല. യുദ്ധക്കൊതിയന്മാരായ ഇസ്രായേലും അമേരിക്കയും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് കൊന്നു തള്ളിയത്. അതുമാത്രമല്ല, എഫ്സിൻ ഫയൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഏകദേശം 2000-ഓളം വീഡിയോസാണ്. കുഞ്ഞുങ്ങളോട് പോലും അല്പം കരുണ കാണിക്കാത്ത, ദയ കാണിക്കാത്ത ആ മനുഷ്യരെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക? എനിക്കൊരിക്കലും പറ്റില്ല കേട്ടോ. ഇറാനിൽ യുദ്ധം തുടങ്ങിയ ഫസ്റ്റ് ഡേ അവർ ചെയ്തത് എന്താണെന്ന് ഈ വീഡിയോ കണ്ടു നോക്കൂ. നമ്മുടെ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകും. തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ അച്ഛനമ്മമാർ കാത്തിരിക്കും. അവർ തിരിച്ചു വരാതിരിക്കുമ്പോൾ, അവർ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും വേദന അത് ഞാൻ പറയാതെ ഒരു നിമിഷം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നു തള്ളിയത്. എന്തിൻ്റെ പേരിൽ? അവർ പറയുന്നത് ഇറാനിൽ ഫ്രീഡം ഇല്ല, മുഖം മറക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല, ആണിനും പെണ്ണിനും സംസാരിക്കാൻ പറ്റില്ല. ഇതൊക്കെ മിഥ്യാബോധങ്ങളാണ്. അത്യാവശ്യത്തിന് ഫ്രീഡം അവിടെയുണ്ട്. ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ചില ആളുകൾ അമേരിക്കയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും, ചില ആളുകൾ ഇറാനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ കൂടെ നിൽക്കണമെന്ന് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് ജാതിയാണ്. ജാതിവെറിയന്മാരാണ്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇവിടെ ആളുകളെ കൊന്ന് തള്ളുകയാണ്. ജാതിയും മതവും ഒക്കെ മറന്ന് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാത്തിടത്തോളം കാലം ലോകത്ത് രക്തച്ചൊരിച്ചിലുണ്ടാവും, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുമാറാവട്ടെ.